ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 10 ശ്ലോകം 10. ജാനന്നുപായമതദേഹമജോ വിഭജ്യ സ്ത്രീപുംസഭാവമപജന്മനു തദ്വധൂഭ്യാം താഭ്യാം ച മാനുഷകുലാനി വിവർദ്ധയംസ്ത്വം ഗോവിന്ദമാരുതപുരേശ നിരുന്തിരോഗാൻ. ജാനൻ ഉപായം അധദേഹം ഹജോ വിഭജ്യ സ്ത്രീപുംസഭാവം അപജന്മനു തദ്വധൂഭ്യാം അപജത് മനു തദ്വധൂഭ്യാം താഭ്യാം ച മാനുഷകുലാനി വിവർദ്ധയംസ്ത്വം ഗോവിന്ദ മാരുതപുരേശ നിരുന്തിരോഗാൻ. അത അജഹ അനന്തരം ബ്രഹ്മാവ് ഉപായം ജാനൻ, അതായത് സൃഷ്ടി വർദ്ധിപ്പിക്കുവാനുള്ള ഉപായം അറിഞ്ഞ് ദേഹം വിഭജ്യ തൻ്റെ ദേഹത്തെ രണ്ടായി പകുത്ത് മനൂതദ്വധൂഭ്യാം മനുവും അദ്ദേഹത്തിൻ്റെ പത്നിയായ ശതരൂപയുമായി സ്ത്രീപുംസഭാവം അപജത് സ്ത്രീ പുരുഷഭാവത്തെ അവലംബിച്ചു. ഹേ മാരുതപുരേശ ഗോവിന്ദ, ശ്രീ ഗുരുവായൂരിൽ അധിവസിക്കുന്ന ഹേ ഗോവിന്ദ, താഭ്യാം ച അവരെ കൊണ്ട് പിന്നെ മാനുഷകലാനി മനുഷ്യവംശങ്ങളെ വിവർദ്ധയന്ത്വം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവിടുന്ന് രോഗാനിരുന്തി എൻ്റെ രോഗങ്ങളെ നിവാരണം ചെയ്യണേ. അനന്തരം ബ്രഹ്മാവ് സൃഷ്ടി വർദ്ധിപ്പിക്കുവാനുള്ള ഉപായം അറിഞ്ഞ് തൻ്റെ ദേഹത്തെ രണ്ടായി പകുത്ത് മനുവും അദ്ദേഹത്തിൻ്റെ പത്നിയായ ശതരൂപയുമായി സ്ത്രീ പുരുഷഭാവത്തെ അവലംബിച്ചു. ശ്രീ ഗുരുവായൂരിൽ അധിവസിക്കുന്ന ഹേ ഗോവിന്ദ, അവരെ കൊണ്ട് പിന്നെ മനുഷ്യവംശങ്ങളെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവിടുന്ന് എൻ്റെ രോഗങ്ങളെ നിവാരണം ചെയ്യണേ. ലോകസൃഷ്ടിയുടെ അഭിവൃദ്ധിക്കായിട്ട് പ്രജകളെ ജനിപ്പിക്കുന്നതിന് മതിയായ വീര്യസമൃദ്ധിയുള്ള മരീചാതി മഹർഷിമാരെയൊക്കെ ബ്രഹ്മാവ് ആദ്യം സൃഷ്ടിച്ചിട്ടുണ്ട്. അവർ സൃഷ്ടിക്കണമുണ്ട്, എങ്കിലും ആ സൃഷ്ടി ലോകാഭിവൃദ്ധിക്ക് മതിയായ വിധത്തിൽ അധികരിക്കുന്നില്ല എന്നറിഞ്ഞിട്ട് ബ്രഹ്മാവ് വിചാരിക്കുകയാണ്, എപ്പോഴും പ്രജാഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ, എങ്കിലും എൻ്റെ സൃഷ്ടി അഭിവൃദ്ധിയെ പ്രാപിക്കുന്നില്ലല്ലോ, അത്ഭുതം തന്നെ. അങ്ങനെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ബ്രഹ്മാവ് തൻ്റെ ശരീരത്തെ സ്വരൂപം രണ്ട് വിധമായിട്ട് ഭവിച്ചു. ബ്രഹ്മാവിൻ്റെ സ്വരൂപം രണ്ട് വിധമായിട്ട് ഭവിച്ചു എന്നാണ് പറയണത്. അങ്ങനെ ആ രണ്ട് രൂപഭാഗങ്ങളിൽ ഒന്ന് പുരുഷനും മറ്റേത് സ്ത്രീയുമായിട്ട് ഭവിച്ചു. അതിൽ പുരുഷനാണ് സ്വയംഭൂവ മനു എന്ന് പ്രഖ്യാതനായ ചക്രവർത്തി. സ്വയംഭൂഹു പറയുമ്പോൾ ബ്രഹ്മാവ്, അദ്ദേഹത്തിൽ നിന്നുണ്ടായവർ സ്വയംഭൂവൻ എന്നർത്ഥം. ബ്രഹ്മാവിൻ്റെ സ്വരൂപം തന്നെയാണ് മിഥുന രൂപത്തിൽ കാണപ്പെട്ടത്, എങ്കിലും ബ്രഹ്മരൂപം വേറെ ഉണ്ട് എന്ന് തന്നെ ധരിക്കണം. അങ്ങനെ അതിൽ നിന്നുണ്ടായ സ്ത്രീ ശതരൂപ എന്ന സുപ്രസിദ്ധയായ മനുപത്നിയായി. അവർ തമ്മിലുണ്ടായ സംയോഗ രൂപമായ ധർമ്മത്താൽ പ്രജകൾ അഭിവൃദ്ധിയെ പ്രാപിച്ചു. അങ്ങനെ ആദ്യമായിട്ട് സംയോഗ രൂപമായ ധർമ്മത്താൽ പ്രജകളെ സൃഷ്ടിക്കുന്നത് സ്വയംഭൂവ മനുവും ശതരൂപയും കൂടിയിട്ടാണ്. ജാനന്നുപായമതദേഹമജോ വിഭജ്യ സ്ത്രീപുംസഭാവമപജന്മനു തദ്വധൂഭ്യാം താഭ്യാം ച മാനുഷകുലാനി വിവർദ്ധയംസ്ത്വം ഗോവിന്ദമാരുതപുരേശ നിരുന്തിരോഗാൻ. ജാനന്നുപായമതദേഹമജോ വിഭജ്യ സ്ത്രീപുംസഭാവമപജന്മനു തദ്വധൂഭ്യാം താഭ്യാം ച മാനുഷകുലാനി വിവർദ്ധയംസ്ത്വം ഗോവിന്ദമാരുതപുരേശ നിരുന്തിരോഗാൻ. ജാനന്നുപായമതദേഹമജോ വിഭജ്യ സ്ത്രീപുംസഭാവമപജന്മനു തദ്വധൂഭ്യാം താഭ്യാം ച മാനുഷകുലാനി വിവർദ്ധയംസ്ത്വം ഗോവിന്ദമാരുതപുരേശ നിരുന്തിരോഗാൻ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.